ഇക്കഴിഞ്ഞ 11-ാം തീയതി അതിക്രൂരമായ റാഗിങ്ങിന് വിധേയമാകേണ്ടി വന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത്. കാര്യവട്ടം ക്യാമ്പസിലെ 1-ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയാണ് 3-ാം വർഷ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിന് ഇരയാകേണ്ടി വന്നത്. ആദ്യം കോളേജിലെ 1-ാം വർഷ ജൂനിയർ വിദ്യാർത്ഥികളും സീനിയേഴ്സും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടാകുന്നു. പിന്നീട് അത് ചെറിയ സംഘർഷമുണ്ടാകുന്നു. അതിനുശേഷമാണ് എനിക്കൊപ്പമുള്ള ഈ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് വിധേയമാക്കിയത്. ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ഞാൻ എൻ്റെ കൂട്ടനോടെ നടന്നപ്പോൾ സീനിയേഴ്സ് നമ്മളെ തടഞ്ഞു നിർത്തിയിട്ട് വാക്കുതർക്കമായി. അങ്ങനെയാണ് അടിയിലെ തുടക്കം. അങ്ങനെ അടി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ കയറി പ്രിൻസിപ്പലിൻ്റെ അടുത്തോട്ട് ഓടി. അപ്പോൾ എന്നെ മാത്രമായിട്ട് കിട്ടിയപ്പോൾ എന്നെ മാത്രമായിട്ട് അടിക്കുകയായിരുന്നു. മുളയെ കൊണ്ട് തലയിലടിച്ച് പിന്നെ മുഖത്തും നെഞ്ചിലും കുറേ അടിയടിച്ച്. അത് കഴിഞ്ഞിട്ട് എന്നെ അത് അടിയെ കഴിഞ്ഞ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കുറേ നേരം മുട്ടുകുത്തിരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് നേരം മുട്ടുകുത്തി എന്നിട്ട് ഞാൻ എണീച്ചു. പിന്നെ എൻ്റെ അടുത്ത് അടിയുടെ ഇടയിൽ ഷർട്ടൊക്കെ കീറി. ആ ഷർട്ടൊക്കെ മാറ്റി വേറെ ഷർട്ട് തന്ന്. പിന്നെ വെള്ളം ചോദിച്ചപ്പോൾ അവർ ആണെങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതിയും കളഞ്ഞിട്ട് വാണ്ട് എടുത്ത് തുപ്പി ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്ര തുപ്പിലാണ് എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് എന്തോന്ന് എൻ്റെ അഭിഷേക് എന്നെ അടിച്ചെന്ന പേരിൽ പരാതി എടുക്കാൻ പറഞ്ഞു. ഞാനത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് മറ്റേ വെള്ളം കുടിച്ച് തുപ്പിയ തലയെ കടിച്ച് പൊട്ടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് അവിടെ നടന്ന കാര്യം ഒന്ന് പുറത്ത് പറഞ്ഞ് ഇനി അടിക്കുമെന്നൊക്കെയാണ് അവർ അവിടെ നിന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഇയാളും മറ്റൊരു സുഹൃത്തും കൂടി ആ കോളേജിൽ നിൽക്കുന്നു. അപ്പോൾ നിൽക്കുമ്പോൾ സീനിയേഴ്സ് വന്ന് എന്താണ് ഇങ്ങനെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോയ സംഭവം എന്താണ്? നമ്മളവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ ചോര നേരം വേണ്ടി ചർച്ച നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇപ്പോൾ നമ്മളടുത്ത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണ് അടി തുടങ്ങിയത്. നിങ്ങൾ ക്യാമ്പസിൽ വെറുതെ നിൽക്കുന്നു, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ നടന്നു പോകുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ നിങ്ങളെ ഇങ്ങനെ നിങ്ങൾ ഭാഷയിൽ പറഞ്ഞാൽ ചെറഞ്ഞു നോക്കുന്നു. അപ്പോൾ അങ്ങനെ ചെറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എന്താടാ എന്ന് ചോദിച്ചു. അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചോ? സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. കൂട്ടം കൂടിയായിരുന്നു മർദ്ദനം. ഈ സീനിയർ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് SFI പ്രവർത്തകരാണ് കോളേജിലെ? SFI പ്രവർത്തകരാണ്. ഈ മർദ്ദിച്ച എല്ലാവരും SFI പ്രവർത്തകരാണ്? അതെ. അവരെന്ത് പറഞ്ഞാണ് മർദ്ദിച്ചത്? അവരാണെങ്കിൽ എന്തോന്ന് ഈ കാര്യം തന്നെ നമ്മളിങ്ങനെ പോയപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചാണ് മർദ്ദനം തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം അക്ഷയ് കൂട്ടുകാരൻ അഭിഷേക് ഈ പറയുന്ന പരാതി കൊടുക്കാൻ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ നിന്നെ മാത്രം ഈ പറയുന്ന SFI പ്രവർത്തകരുടെ യൂണിറ്റ് മുറിയിലേക്ക് അവർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുപോയതിന് ശേഷം ഇവർ ആദ്യം ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത്? നിന്നെ മോനെ എന്തൊക്കെയാണ് ചെയ്തത്? എൻ്റെ അടുത്ത് ആദ്യം അവിടെ ഇരിക്കാൻ പറഞ്ഞ്. അപ്പം ഞാൻ ബെഞ്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ മുട്ടുകുത്തിയില്ലെന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തി നിർത്തി. ഞാൻ ആദ്യം പറഞ്ഞ് പറ്റൂല, എൻ്റെ ഷർട്ടൊക്കെ അഴിക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് അത് കുഴപ്പമില്ല, കുറച്ച് അഴിക്കൊക്കെ ആവട്ടെ തന്നെ അവിടെ പിടിച്ച് മുട്ടുകുത്തി നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഷർട്ടൊക്കെ കീറിയിരുന്ന ഷർട്ടൊക്കെ മാറ്റി വേറെ ഷർട്ടൊക്കെ തന്ന് ഇത് വിട്ടുകൊണ്ടൊക്കെ പോയതെന്നൊക്കെ പറഞ്ഞ് അവിടെ നടന്നാലും പുറത്തറിഞ്ഞ് ഇനി അടിക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി. ഈ സീനിയർ വിദ്യാർത്ഥികൾ മറ്റു പല വിദ്യാർത്ഥികളെയും ഈ പറയുന്ന റാഗ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ എല്ലാം അറിയാവോ? അല്ല, അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അങ്ങനെ അതിനെപ്പറ്റി അറിയത്തില്ല. അവരൊക്കെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് ആണ്, അതറിയാവോ? അതും അറിയത്തില്ല. സീനിയേഴ്സ് ആണെന്ന് അറിയാം, തേർഡ് ഇയർ.